ഇതിനകത്ത്. പക്ഷേ ഈ ഒരു റെസ്റ്റോറൻറ്റ് വന്നാൽ നമുക്ക് ഇരിക്കുന്ന ഭാഗത്ത് ഒരു ഹീറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ സിപ്പ് ലൈനിന് താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് കയറാം. പുറത്ത് നല്ല ചൂട്. ഇന്നിപ്പോൾ യാത്ര പോകുന്നത് നല്ല മഞ്ഞുള്ളൊരു സ്ഥലത്താണ്. നമ്മുടെ ഈ കൊടും ചൂടത്ത് ഒന്ന് തണുപ്പിക്കാനായിട്ട് നല്ലൊരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. ഇന്ന് അബുദാബിയിൽ നിന്നും ഫാമിലിയോടൊപ്പം യാത്ര ചെയ്യാൻ പോകുന്നത് -2 ഡിഗ്രി ടെമ്പറേച്ചർ കിട്ടുന്ന ഒരു നല്ലൊരു സ്ഥലത്തേക്കാണ്. സ്നോ വേൾഡിലേക്കാണ് അബുദാബി യാത്ര തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ -2 ഡിഗ്രി പോയിട്ട് നമുക്ക് എങ്ങനെയാണ് അവിടുത്തെ എക്സ്പീരിയൻസ് എന്നുള്ളതും എന്തൊക്കെ രസകരമായ ആക്ടിവിറ്റീസ് ഉണ്ടെന്നുള്ളതെല്ലാം ഈ വീഡിയോയിൽ മുഴുവനായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. മനാസിൽ നിന്ന് അബുദാബി സിറ്റിയിലോട്ട് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ടെമ്പറേച്ചർ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ തന്നെ കാറിൻ്റെ അകത്ത് ടെമ്പറേച്ചർ 45 ഡിഗ്രി കാണിക്കുന്നുണ്ട്. പക്ഷേ ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ എത്താൻ പോകുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയ ഒരു ക്ലൈമറ്റിലേക്കാണ്. ബനിയാസിൽ നിന്ന് അരമണിക്കൂറാണ് യാത്ര നമുക്ക് റീം മാളിലേക്ക് പോകാനായിട്ട്. യുഎയിൽ തന്നെ മഞ്ഞ് കാണാൻ കഴിയുന്ന ശരിക്കൊരു വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അബുദാബിയിലെ പൈനാപ്പിൾ ബിൽഡിംഗ് എന്ന നിക്നെയിമിൽ അറിയപ്പെടുന്ന അൽബഹാർ ടവറിന്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. നമ്മളിപ്പോൾ റീം മാളിലോട്ട് എൻ്റർ ചെയ്യുവാണ്. ഇവിടുന്ന് 3ാമത്തെ നിലയിലാണ് സ്നോ വേൾഡ് ഉള്ളത്. നമുക്ക് അവിടെ ചെന്നിട്ട് 3ാം നിലയിൽ പോകേണ്ടതാണ്. അങ്ങനെ നമ്മൾ സ്നോ വേൾഡ് എത്തിയിരിക്കുകയാണ്. ഫ്രണ്ടിൽ തന്നെ ആകർഷണമായ നല്ല രീതിയിൽ സൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ട്. സ്നോ വേൾഡ് എൻ്റർ ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഒരു ഭാഗത്തൊരു സെൽഫ് സർവീസ് ആയിട്ടുള്ള വെൻഡിങ് മെഷീൻ ടിക്കറ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. കൗണ്ടറിൽ നിന്ന് എടുക്കുവാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ പ്രത്യേകിച്ചുണ്ട്. കൗണ്ടറിൽ നിന്ന് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഓഫറൊക്കെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് ഫോട്ടോഷോപ്പാണുള്ളത്. ഫോട്ടോസ് നമുക്ക് അകത്ത് വന്ന് അവരെടുത്ത് തരും. ഒരു ഫോട്ടോ എടുക്കുന്നതിന് 45 ദിർഹംസാണ് ഈടാക്കുന്നത്. യുഎയിൽ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് സമ്മർ പാസ് ഉണ്ട്. ഇപ്പോൾ ഓഫറിലാണ് കൊടുക്കുന്നത്. 99 ദിർഹംസേ ഉള്ളൂ. മറ്റ് പാസിൽ നിന്നും ഇതിൻ്റെ വ്യത്യാസം എന്നുള്ളത് ഇതിന് നമുക്ക് ഡിന്നറോ ലഞ്ചോ അതുപോലെ ബിവറേജസോ ഇതൊന്നും നമുക്ക് ഇൻക്ലൂഡഡ് അല്ല. പിന്നെ ഈ പറഞ്ഞ 99 ദിർഹംസിൽ ഗ്ലൗസിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. സാധാ ഗ്ലൗസ് നമുക്ക് കിട്ടത്തുള്ളൂ. ആ ഗ്ലൗസിൽ നമുക്ക് നനവ് പെട്ടെന്ന് ഉള്ളിലോട്ട് പിടിക്കുന്നതാണ്. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഗ്ലൗസ് കിട്ടണമെങ്കിൽ 30 ദിർഹംസ് കൊടുത്ത് പിന്നെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാനാണ്. അതല്ലെങ്കിൽ 199 ദിർഹംസിന്റെ പാസ് എടുക്കണം. ബാക്കി എല്ലാ ആക്ടിവിറ്റികളും എൻട്രൻസും മറ്റു കാര്യങ്ങളെല്ലാം മറ്റ് ടിക്കറ്റിൽ കിട്ടുന്ന പ്രിവിലേജ് അതുപോലെ തന്നെ ഇതിനും കിട്ടുന്നതാണ്. നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. നേരെ അകത്തോട്ട് പോകാനുള്ള പ്ലാനാണ്. ID ബാൻഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്രയോറിറ്റി ഈ കൗണ്ടറിൽ നിന്ന് വേണം നമുക്ക് നമ്മുടെ ജാക്കറ്റും ഷൂ ഒക്കെ മേടിക്കാനുള്ളത്. അവിടെ നമ്മൾ ഓരോരുത്തരും സൈസ് പറഞ്ഞു കൊടുക്കാനുള്ള അതനുസരിച്ചുള്ള ഷൂ അവിടെ നിന്ന് കിട്ടുന്നതാണ്. നമുക്കിപ്പോൾ ഈ കിട്ടിയതിന് പുറമെ നമുക്കിപ്പോൾ ഗാഗിൾസോ അതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ജാക്കറ്റ്, മങ്കി ക്യാപ്പ് അതല്ലെങ്കിൽ പ്രത്യേകിച്ചുള്ള ഗ്ലൗസ് ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വാങ്ങാനായിട്ട് ഒരു ഷോപ്പുണ്ട്. അത് വാങ്ങിച്ച് നമുക്ക് അവിടെ നിന്ന് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന സാധനത്തിൻ്റെ പേയ്മെൻറ്റ് നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് അല്ല. ഇവിടെ നമുക്ക് നല്ല ലോക്കർ അവൈലബിൾ ആണ്. നമുക്ക് സ്കാൻ ചെയ്ത് ലോക്ക് ചെയ്തിട്ട് നമുക്ക് അകത്ത് പോകാം. തിരിച്ചു വരുമ്പോഴത്തേക്കും അതുപോലെ നമ്മുടെ സ്കാൻ ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. സ്കാൻ ചെയ്യുന്ന നമ്മുടെ റിസ്റ്റിൽ കെട്ടി തന്ന റിസ്റ്റ് ബാൻഡ് തന്നെയാണ് അതിൻ്റെ സ്കാനറായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കവിടെ വാഷ്റൂം ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമുകളെല്ലാം അവിടെ അവൈലബിൾ ആണ്. 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഹെൽമെറ്റ് മാൻഡേറ്ററി ആണ്. അത് അവിടെ നിന്ന് തന്നെ അവർ കൊടുക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഫുൾ സ്യൂട്ടൊക്കെ ഇട്ടതിന് ശേഷം നേരെ ആ ഷോപ്പിലോട്ട് വന്നു. റിസ്റ്റ് ബാൻഡ് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടുന്ന് ഗ്ലൗസ് കിട്ടുന്നതാണ്. കുട്ടികളൊക്കെ സ്നോയിൽ കളിക്കുന്നതുകൊണ്ട് അവർക്ക് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഗ്ലൗസ് ആണ് ബെറ്റർ. അതുകൊണ്ട് ഞങ്ങൾ 30 ദിർഹംസ് എക്സ്ട്രാ കൊടുത്തിട്ട് 2 ഗ്ലൗസ് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് മേടിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുൾ സ്യൂട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നേരെ സ്നോയിലോട്ട് പോവുകയാണ്. നമ്മുടെ കയ്യിൽ ID ബാൻഡാണ് എല്ലായിടവും സ്കാൻ ചെയ്യാനുള്ളത്. ഇതിനകത്ത് എൻ്റർ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തിട്ടാണ് നമുക്ക് ഉള്ളിലോട്ട് പോകാനുള്ളത്.
അകത്ത് കയറി കണ്ടപ്പോഴത്തേക്ക് നമ്മൾ യു എയിലാണോ എന്ന് പോലും ഡൗട്ടായി പോയി. ചുറ്റിലും മഞ്ഞിൽ പോഞ്ഞ ബിൽഡിംഗ് എല്ലാം കാണുമ്പോൾ തന്നെ നമ്മൾ ശരിക്കൊരു വിന്റർ വണ്ടർലാൻഡ് പോലെയാണ് നമുക്കിതിനകത്ത് തോന്നിയത്. പ്രത്യേകിച്ച് യു എയിലെ സമ്മർ സമയത്ത് ഇങ്ങനൊരു സ്ഥലം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഓരോ റൈഡിൽ കയറാനും ഭയങ്കര ക്യൂ ആണ് ഇവിടെ. മാക്സിമം നമ്മൾ രാവിലെ തന്നെ വരുന്നതാണ് നല്ലത്. ഒരു 10-11 മണിക്ക് എത്തുവാണെങ്കിൽ നമുക്ക് മാക്സിമം പെട്ടെന്ന് എല്ലാ റൈഡിലും കയറാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റൈഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് ചെറുതായിട്ട് അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു റൈഡാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് തന്നെയാണ്. അവർക്ക് ഈ മഞ്ഞൊക്കെ എടുത്ത് വാരി എറിയാനും അതുകൊണ്ട് ഓരോ സാധനം ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. കുറച്ചു നേരം മഞ്ഞൊക്കെ എടുത്ത് എറിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോളാ ട്രെയിനിലോട്ട് റൈഡിന് വേണ്ടി കയറി. തീരെ പൊടി കുഞ്ഞുങ്ങൾക്ക് പറ്റിയ റൈഡ് ചെയ്യാനുള്ള ഒരു ട്രെയിനാണ്. പേരൻസിന്റെ കൂടെ ഇരിക്കാവുന്നതാണ് അതിനകത്ത്. ഇവിടെ ഒരു ചെറിയ ആക്ടിവിറ്റി ഉണ്ട്. തീരെ പൊടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മഞ്ഞ് കൊണ്ടുള്ള ഒരു ചെറിയ സ്ലൈഡിങ്. സ്നോയുടെ സൈഡിൽ കൂടെ ഒരു ലേഡർ കൊടുത്തിട്ടുണ്ട്. നമുക്കതിലെ മോളിൽ കയറാം. മോളിൽ കയറിയാൽ നല്ല വ്യൂ ആണ് മോളിൽ നിന്ന് നോക്കാനായിട്ട്. പിന്നെ ഇവിടുത്തെ സേഫ്റ്റിയുടെ കാര്യം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സേഫ്റ്റിക്ക് വേണ്ടിയുള്ള എല്ലാ മെഷേഴ്സും അവരിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട്. ഒരു മെഡിക്കൽ ടീം തന്നെ ഇതിനകത്തുണ്ട്. ഫ്ലൈറ്റ് ഓഫ് ദ സ്നോ ഔൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സിപ്പ് ലൈനിങ്ങിലുള്ളതാണ്. അപ്പോൾ സിപ്പ് ലൈനിന് താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് കയറാം. ഇവിടെ ഓരോ ആക്ടിവിറ്റി നമുക്ക് ഒരു ലിമിറ്റ് ഇല്ല. ഫുൾ പാസ്സാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ കയറിയാൽ വൈകുന്നേരം ക്ലോസ് ചെയ്യുന്നത് വരെ നമുക്ക് അവിടെ നിൽക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഈ കയറി പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടുന്ന് സ്നാക്സ് കഴിക്കാനായിട്ടാണ് പോകുന്നത്. സ്നാക്സ് വെർത്താണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രൈസ് ഇത്തിരി കൂടുതലാണ്. അമ്യൂസ്മെന്റ് പാർക്കും അഡ്വഞ്ചർ പാർക്കും എല്ലാം നമ്മൾ പോകുമ്പോൾ പ്രൈസ് ഏകദേശം കൂടുതലായിരിക്കത്തില്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും എല്ലാത്തിനും ഓരോ പ്രൈസാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല തണുപ്പാണ് ഇതിനകത്ത്. പക്ഷേ ഈ ഒരു റെസ്റ്റോറൻറ്റ് വന്നാൽ നമുക്ക് ഇരിക്കുന്ന ഭാഗത്ത് ഒരു ഹീറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഥവാ നല്ല തണുപ്പായി നല്ല വിറയൽ പോലെയൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് കൈയൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ട് നമുക്ക് താഴോട്ട് പിന്നെ ഇറങ്ങി കളിക്കാവുന്നതാണ്. ഈ റെസ്റ്റോറൻറ്റ് ഫുഡിൻ്റെ പ്രൈസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് നോക്കിയിട്ട് നമുക്ക് ഓർഡർ കൊടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് കണ്ടതെല്ലാം ഓർഡർ കൊടുത്തു. ഞങ്ങൾ ന്യൂട്ടെല്ല വിത്ത് സ്ട്രോബെറി ക്രീപ്പ്, ഹോട്ട് ചോക്ലേറ്റ്, ലോട്ടസ് ക്രീപ്പ്, ഇങ്ങനെ പല ഡിഫറെൻറ്റ് പേരുള്ള ഫുഡാണ് നമ്മൾ ഓർഡർ കൊടുത്തത്. ആ റെസ്റ്റോറൻറ്റ് ഒരു സിഗ്നേച്ചറാണ് ഹോട്ട് ചോക്ലേറ്റ് വിത്ത് മാഷ്മെല്ലോ. ഈ കപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഹോട്ട് ചോക്ലേറ്റ് കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കഴിക്കാവുന്നതാണ്. ആ കപ്പിനെ അടിക്കുന്ന ചൂടാകണ്ടല്ല പോകണ്ട, അടിക്കുന്ന ചൂടായിട്ട് പോകണതല്ല, അകത്ത് തണുപ്പായിട്ട് പോകണതാണ്. നമ്മൾ വീട്ടിലാക്കാൻ ഇതെല്ലാം കഴിച്ചതിന് ശേഷം ആ റെസ്റ്റോറൻറ്റ് സൈഡിൽ കൂടെ ചെറിയൊരു ലേഡർ മുകളിലോട്ട് പോകുന്നുണ്ട്.
അതിലെ കൂടെ കയറി നോക്കുമ്പോഴത്തേക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ സ്ലൈഡുണ്ട്. അതുപോലെ തന്നെ ചെയിൻ കൊണ്ടും വുഡ് കൊണ്ടും കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്രിഡ്ജ് നമുക്ക് അവിടെ കാണാം. അതുവഴി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകുന്നതാണ്. ബമ്പർ ട്യൂബ് കാറാണ്. ബമ്പർ ട്യൂബ് കാറിലേക്കാണ് പോകുന്നത്. ചെറിയൊരു ഗ്രൗണ്ടിലൊരു 4-5 കാറുണ്ട്. നമുക്ക് അതിനകത്ത് റൈഡ് ചെയ്യാവുന്നതാണ് ആ കാർ. അടുത്ത് പോകുന്നത് നല്ല രസകരമായ ആക്ടിവിറ്റിയാണ്. നല്ലൊരു അഡ്വഞ്ചറാണ് ഇത്. അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഹൈറ്റുള്ള ഒരു സ്ലൈഡിലാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഈ ഒരു സ്ലൈഡ് താഴെ എത്തിയതിനു ശേഷം നമ്മൾ തന്നെ അതിന് ട്യൂബ് എടുത്തോട്ട് കൊടുക്കേണ്ടതാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നല്ല അടിപൊളിയായിരുന്നു, നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു ഈ ഒരു സ്ലൈഡ്. നേരത്തെ കുറച്ച് തവണ പോകാതിരിക്കാൻ നല്ല അങ്ങനെ ഞങ്ങളുടെ സ്നോ എക്സ്പീരിയൻസ് ഇവിടെ കഴിയുകയാണ്. പുറത്തിറങ്ങുമ്പോഴത്തേക്കും പഴയ അബുദാബിയുടെ ചൂടിലേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഈ എക്സിറ്റിൻ്റെ ഭാഗത്ത് ഒരുപാട് LED ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ പെട്ടെന്ന് തണുപ്പത്തിൽ നിന്ന് ചൂടിലോട്ടായപ്പോഴേക്കും ക്യാമറയിൽ ആ ഫോഗ് വന്നതാണ്. നമുക്ക് ഇവിടുന്ന് കിട്ടിയ ജാക്കറ്റും സ്യൂട്ടും അതുപോലെ ഷൂ, ഗ്ലൗസ് ഇതെല്ലാം നമ്മൾ റിട്ടേൺ കൊടുക്കേണ്ടതുണ്ട്. അവിടെ ഒരു ചെറിയ ലോണ്ടറി ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് ഡിസ്പോസ് ചെയ്യണം. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഫാമിലിയോടൊപ്പം നല്ലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ സ്നോ അബുദാബി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. സമയത്ത് അതായത് സമ്മർ സമയത്ത് നമുക്ക് കിട്ടുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ സ്നോ അബുദാബി എന്നുള്ളത്. ചെറിയ വ്ലോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അതുപോലെ ഇനി പുതിയൊരു സ്ഥലമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ സമ്മറിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇനിയുണ്ട് കാണാനായിട്ട്. നമുക്ക് ഇനിയുള്ള വീഡിയോകളിൽ അതെല്ലാം അറിയാവുന്നതാണ്. ടിൽ ദെൻ ബൈ. സൈനിങ് ഓഫ് വിഷ്ണു.